ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എത്രയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ 2022 മാർച്ചിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. കമ്പനിക്ക് 2 ഡയറക്ടേഴ്സാണുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പൃഥ്വിരാജ് സുകുമാരനും അദ്ദേഹത്തിൻ്റെ വൈഫായ സുപ്രിയ മേനോനുമാണ് 2 ഡയറക്ടേഴ്സ്. ഇതിൽ തന്നെ പൃഥ്വിരാജ് സുകുമാരനാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കമ്പനിയുടെ ഷെയർസ് 50-50 എന്ന രീതിയിൽ 2 ഡയറക്ടേഴ്സുമാണ് ഓൺ ചെയ്യുന്നത്. ഇനി നമുക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എത്രയാണ്, കമ്പനി പ്രോഫിറ്റിലാണോ ലോസ് ആണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കിടക്കാം. 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ റിസർവ്ഡ് മണിയായിട്ട് കാണിച്ചിരിക്കുന്നത് 34,84,59,000 രൂപയാണ് റിസർവ്ഡ് മണിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ലൈബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 54,53,72,000 രൂപയാണ് ടോട്ടൽ ലൈബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ടാൻജിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 6,64,02,000 രൂപയാണ് ടാൻജിബിൾ അസറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ടാൻജിബിൾ അസറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് കമ്പനിയുടെ പേരിലുള്ള വെഹിക്കിൾസ് എല്ലാം, കാറ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ കമ്പനിയുടെ ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടി, അങ്ങനത്തെ എല്ലാം ടാൻജിബിൾ അസറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഊഹിക്കാം, നമ്മുടെ സെലിബ്രിറ്റികളെല്ലാം അല്ലെങ്കിൽ ബിസിനസ്സുകാരൊക്കെ സ്വന്തമായിട്ട് കമ്പനി ഓൺ ചെയ്യുന്ന ബിസിനസ്സുകാരും സെലിബ്രിറ്റികളൊക്കെ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ലക്ഷറി കാറുകളെല്ലാം മേടിക്കുന്നത് എന്നുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ടോട്ടൽ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് 72,64,80,000 രൂപയാണ് ടോട്ടൽ റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സെയിൽസ് ആൻഡ് സപ്ലൈ ഓഫ് സർവീസസ് എന്നും പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് 72,17,00,000 രൂപയാണ് ടോട്ടൽ റവന്യൂവിൽ സെയിൽസ് ആൻഡ് സർവീസസിൽ നിന്ന് വന്നിട്ടുള്ളത്. അതർ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നത് 47,79,000 രൂപയാണ് ടോട്ടൽ അതർ ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ രണ്ടും കൂടെ കൂടിയുള്ള ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ് 72,64,80,000 രൂപ. ടോട്ടൽ എക്സ്പെൻസായിട്ട് കമ്പനി കാണിച്ചിരിക്കുന്നത് 25,97,60,000 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസായിട്ട് കാണിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 46,67,20,000 രൂപയാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി ടാക്സ് അടച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. കമ്പനിയുടെ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 34,84,59,000 രൂപ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ ഇയർ 2022-23 കാലഘട്ടത്തിലെ പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത് 34,84,59,000 രൂപയാണ്. അതായത് കമ്പനി 34 കോടിയിൽ അധികം പ്രോഫിറ്റിലായിരുന്നു 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ ബിസിനസ്സിനെ പറ്റിയുള്ള വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം ഇനിയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികളുടെ ബിസിനസ്സിനെ പറ്റിയെല്ലാം കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആരാണ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു.